മലയാള സിനിമ കണ്ട തന്റേടമുള്ള നടനായിരുന്നു സുകുമാരൻ. അദ്ദേഹം അവതരിപ്പിച്ചതെല്ലാം റബൽ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ. നിർമാല്യത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നുവരുന്നത്. MTയുടെ നിർമാല്യം, PJ ആന്റണിക്ക് ദേശീയ അവാർഡ് കിട്ടിയ നിർമാല്യം, പിന്നീട് വാരിക്കുഴി, ബന്ധനം, വളർത്തുമൃഗങ്ങൾ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ തുടങ്ങിയ MT ചിത്രങ്ങളിൽ അഭിനയിച്ചു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലൂടെയാണ് മമ്മൂട്ടി മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതും. MT കൊണ്ടുവന്നു മമ്മൂട്ടിയെ. ജയനുമൊത്ത് സുകുമാരൻ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ ചരിത്രമാണ്. അങ്ങാടി, കഴുകൻ, ചാകര, കോളിളക്കം തുടങ്ങിയ ചിത്രങ്ങൾ, അഹിംസ, സ്ഫോടനം തുടങ്ങിയവയൊക്കെ സുകുമാരന്റെ അഭിനയ മികവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. ഒരു കാലത്ത് സൂപ്പർ താരമായിരുന്നു സുകുമാരൻ. കണിശമായി പ്രതിഫലം പറഞ്ഞു വാങ്ങുന്ന സുകുമാരൻ, കിട്ടുന്ന പ്രതിഫലം തന്റെ കുടുംബത്തിനായി സൂക്ഷിച്ചുവെച്ച സുകുമാരൻ. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. സുകുമാരൻ പിന്നീട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വരവോടുകൂടി മെയിൻ സ്ട്രീമിൽ നിന്ന് അകന്നു. ഉപനായക വേഷങ്ങളും വില്ലൻ വേഷങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തു തുടങ്ങി. പക്ഷേ കിട്ടുന്ന വേഷങ്ങളെല്ലാം അഭിനയിക്കാൻ അദ്ദേഹം പിന്നീട് തയ്യാറായി എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരു കാലത്ത് റബൽ സ്റ്റാർ എന്നും സൂപ്പർ താരമെന്നും ഒക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. പിന്നീട് വില്ലൻ വേഷങ്ങളിലും ഉപനായക വേഷങ്ങളിലും ഒക്കെ അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ഒരിക്കലും ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല സുകുമാരൻ. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ സുകുമാരൻ തെറിവിളിച്ചോടിച്ച ഒരു സംഭവമുണ്ട്. അത് വളരെ കൌതുകകരമായ സംഭവമാണ്. ഒരു കാലത്ത് ദിനേശ് ബിഡിയുടെ ആരാധകനായിരുന്നു മമ്മൂട്ടി. മമ്മൂട്ടിയും ദിനേശ് ബിഡിയും തമ്മിൽ വല്ലാത്തൊരു കോമ്പിനേഷനായിരുന്നു. മമ്മൂട്ടിയുടെ അക്കാലത്തെ അനുയായി ഡാൻസർ തമ്പിയായിരുന്നു. ഡാൻസർ തമ്പിയെ ഒരു വിളി, തമ്പി എന്നൊരു വിളി ഡാൻസർ തമ്പിയെ മമ്മൂട്ടി വിളിക്കുമ്പോൾ ഉടൻ തന്നെ ദിനേശ് ബിഡി കൊണ്ടുകൊടുക്കും ഡാൻസർ തമ്പി. പിന്നീട് മമ്മൂട്ടി പുകവലി ഉപേക്ഷിച്ചു. പുകവലി അദ്ദേഹം പൂർണ്ണമായും നിർത്തി. ഈ പുകവലി നിർത്തുന്നവർക്കൊരു പ്രശ്നമുണ്ട്. തൊട്ടടുത്ത് മറ്റൊരാൾ പുകവലിക്കുമ്പോൾ പുകവലിക്കാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകും. കോട്ടയം കുഞ്ഞച്ചൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ സുകുമാരൻ ഉപ്പുകണ്ടം പ്രദേശിലെ ഉപ്പുകണ്ടം കോരയെയാണ് അവതരിപ്പിച്ചത്. സുകുമാരന്റെ മിന്നും പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം. മമ്മൂട്ടിയോടൊപ്പം കട്ടയ്ക്ക് സുകുമാരൻ അഭിനയിച്ചു ആ ചിത്രത്തിൽ. കോട്ടയം കുഞ്ഞച്ചന്റെ സെറ്റിൽ വെച്ച് ഒരു സംഭവമുണ്ടായി. മമ്മൂട്ടി സിഗരറ്റ് വലിയൊക്കെ നിർത്തി, പുകവലിയൊക്കെ നിർത്തി ശാന്തമായ മനസ്സോടെ ഇരിക്കുന്ന സമയം സുകുമാരൻ മമ്മൂട്ടിയുടെ അടുത്ത് ഒരു കസേരയിട്ടിരുന്ന് സിഗരറ്റ് കൊളുത്തി വലിച്ചു. മമ്മൂട്ടിക്കത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തോട് മമ്മൂട്ടി പറഞ്ഞു, എന്റെ മുമ്പിലിരുന്ന് സിഗരറ്റ് വലിക്കരുത്. മമ്മൂട്ടിക്ക് ആ ടെംപ്റ്റേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പുകവലിക്കാനുള്ള ടെംപ്റ്റേഷൻ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയാണ്, ടെൻഡൻസി വീണ്ടും വരാതിരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ സുകുമാരൻ ക്ഷുഭിതനായി. നിങ്ങൾ എങ്ങനെയാണ് സിനിമയിലെത്തിയതെന്നുള്ളത് നിങ്ങൾ മറന്നുപോയോ? സുകുമാരൻ മമ്മൂട്ടിയോട് ചോദിച്ചു. മാത്രമല്ല, സുകുമാരൻ മമ്മൂട്ടിയോട് കയർത്ത് സംസാരിച്ചു. നല്ല പച്ചത്തറ തന്നെ വിളിച്ചു. മമ്മൂട്ടി ഒന്നും മിണ്ടിയില്ല. കാരണം സുകുമാരന്റെ സ്ഫോടനം എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി ആക്ഷൻ ഹീറോ ഇമേജ് നേടുന്നത്. യഥാർത്ഥത്തിൽ അത് ജയൻ ചെയ്യേണ്ട ചിത്രമായിരുന്നു സ്ഫോടനം. പക്ഷേ ജയന്റെ മരണശേഷം അത് സുകുമാരനിൽ എത്തുകയായിരുന്നു. PG വിശ്വംഭരനായിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ. ആ ചിത്രത്തിൽ മമ്മൂട്ടിയെ അവതരിപ്പിച്ചു PG വിശ്വംഭരൻ. മമ്മൂട്ടി അതിൽ ഗോപി എന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. സ്ഫോടനം വലിയ ഹിറ്റായ ചിത്രമായിരുന്നു. പിന്നീടും സുകുമാരൻ നായകനായ ചിത്രങ്ങളിൽ ഉപനായക വേഷത്തിൽ മമ്മൂട്ടി എത്തി. അഹിംസ എന്ന സുകുമാരൻ നായകനായ സുകുമാരനും രതീഷും നായകന്മാരായ ചിത്രത്തിൽ മമ്മൂട്ടി ഉപനായക വേഷമായിരുന്നു. അഹിംസയിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു. മമ്മൂട്ടിക്ക് ലഭിച്ച ആദ്യ പുരസ്കാരം. അന്ന് സുകുമാരൻ അറിയപ്പെട്ടിരുന്നത് ഡയലോഗ് വീരൻ എന്നായിരുന്നു. അഹിംസയുടെ ക്ലൈമാക്സ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. സുകുമാരന്റെ ഡയലോഗിലാണ് ആ ചിത്രം അവസാനിക്കുന്നത്. പിന്നീട് മമ്മൂട്ടിയുടെ ഡയലോഗുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തു. സുകുമാരൻ ക്രമേണ ഔട്ടായെങ്കിലും പ്രതിഫലക്കാര്യത്തിൽ അധികം ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വണ്ടിച്ചെക്ക് കൊടുത്ത് ആരും പറ്റിച്ചതുമില്ല. എന്തായാലും കോട്ടയം കുഞ്ഞച്ചന്റെ സെറ്റിൽ നടന്ന സംഭവം പിന്നീട് വലിയ വാർത്തയായി മാറി. അക്കാലത്ത് സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ സുകുമാരൻ മമ്മൂട്ടിയെ തെറി വിളിച്ചത് വലിയ വാർത്തയായിരുന്നു. മമ്മൂട്ടി തന്നെ ഇക്കാര്യം പിന്നീട് സമ്മതിച്ചിട്ടുമുണ്ട്. കോട്ടയം കുഞ്ഞച്ചന് ശേഷം സുകുമാരനും മമ്മൂട്ടിയും തമ്മിലുള്ള സൗഹൃദം അല്പമൊക്കെ ഉലഞ്ഞു. പിന്നീട് സുകുമാരനെ മമ്മൂട്ടി ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചപ്പോൾ 1997 ജൂൺ 16 49ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണമടയുന്നത്. സുകുമാരന്റെ
മകൻ പൃഥ്വിരാജിനെ സൂപ്രതാരമാക്കാൻ മമ്മൂട്ടി ശ്രമിച്ചതും ശ്രദ്ധേയം. പോക്കിരി രാജ എന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് മമ്മൂട്ടിയോടൊപ്പം കിടപിടിക്കുന്ന വേഷം ചെയ്തത്. പോക്കിരി രാജയിൽ യഥാർത്ഥത്തിൽ പൃഥ്വിരാജായിരുന്നു മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ഷൈൻ ചെയ്തത്. സുകുമാരന്റെ മകനെന്ന നിലയിൽ പൃഥ്വിരാജിന് എല്ലാവിധ സഹായങ്ങളും മമ്മൂട്ടി നൽകിയിരുന്നു. സുകുമാരന്റെ തെറിവിളി കുറെ കാലത്തേക്ക് മമ്മൂട്ടിക്ക് പരിഭവം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ആ പരിഭവമൊക്കെ അദ്ദേഹം മറന്നു എന്നതാണ് യാഥാർത്ഥ്യം.